സന്നിധാനത്ത് നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇടവിട്ട് സന്നിധാനത്ത് മഴ പെയ്യുന്നതാണ് ചെറിയൊരു ആശങ്ക. മഴ കൂടി മാറി നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായി ദർശനം നടത്തി സുഗമമായി ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങാം എന്നുള്ളത് തന്നെയാണ് ഭക്തരൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടത്തെ കണക്കുകൾ വരെ പരിശോധിച്ചാൽ ഏകദേശം 70,000-ഓടടുത്ത് ആളുകൾ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്നലെ വരെ ഏകദേശം 6 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. കാനനപാതയിൽ എവിടെയും ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഭക്തർ പ്രതികരിക്കുന്നത്. എന്നാൽ നടപ്പന്തലിൽ ചെറിയ അല്പനേരം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രമാണ് നിലവിലെ ഒരു മുന്നിലുള്ള പ്രതിസന്ധി. പക്ഷേ അതും സുഗമമായി തന്നെ അല്പനേരം കാത്തുനിന്ന് പിന്നീട് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലൂടെ സുഗമമായി യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ എത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി ഭക്തരൊക്കെ സൂചിപ്പിക്കുന്നത്. തിരക്കുണ്ട്, കുഴപ്പമില്ല തിരക്കുണ്ട്. മഴയാണ് ബുദ്ധിമുട്ട്. ഞങ്ങള് പുൽമേട് വഴിയാ വന്നത്. പക്ഷേ കുഴപ്പമില്ല, ഭഗവാനെ കാണാൻ വരുന്നതല്ലേ. അപ്പൊ നമ്മൾ ഈ മഴയൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. മഴ ഞങ്ങൾ കയറിയ സമയത്ത് മഴയില്ലായിരുന്നു, ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് പെയ്തു. അതെ മഴയില്ല. ഞങ്ങൾ ഇവിടെ ഈ മരക്കൂട്ടത്തിൽ വന്നപ്പോഴാണ് മഴ തുടങ്ങിയത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടല്ല. മലയേറ്റം എങ്ങനെയുണ്ട്? അയ്യപ്പനെ കണ്ട എന്താ പറയാ? മഴ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാത്രം മഴ പെയ്യുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ മലയേറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിട്ട്. എന്തായാലും സന്നിധാനത്തെ മഴ കൂടി മാറി നിൽക്കുമ്പോൾ പൂർണ്ണമായി അല്ലെങ്കിൽ സുഗമമായി ഭക്തർക്ക് ദർശനം നടത്താം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം.